ഇപ്പം കേരളത്തിലെ മാധ്യമങ്ങളും പൊളിറ്റിക്കൽ പാർട്ടി BJP ഒഴികെയുള്ളവരെല്ലാം ഇത് സ്ക്രാപ്പ് ചെയ്യണം. മുസ്ലിം ലീഗ് സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുന്നു. തമിഴ്നാട്ടിൽ വലിയ പ്രശ്നം, പ്രത്യേകിച്ച് DMK. ഏറ്റവും വലിയ പ്രശ്നം ബംഗാളിലാണ്. എനിക്ക് ബംഗാൾ എന്ന് പറഞ്ഞ സ്റ്റേറ്റിനെ പറ്റി അറിയാവുന്നത് കൊണ്ടും അതിൻ്റെ ബോർഡർ ശരിക്കും അത് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ ബംഗാൾ. അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്കകത്ത് എന്തുകൊണ്ടാണ് SIR വേണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ജനസംഖ്യ ഏകദേശം 140-150 കോടിയോളമായി. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, കഴിഞ്ഞ 10-15 കൊല്ലം കൊണ്ട് ഇന്ത്യൻ ജനസംഖ്യ ഡിക്ലൈൻ ചെയ്യുകയാണ്. കാരണം എഡ്യൂക്കേഷൻ കിട്ടി കൂടുതൽ കുട്ടികളെ വളർത്താൻ പറ്റത്തില്ല. നഗരങ്ങളിലുള്ള കുട്ടികൾ അധികം വിദേശത്ത് പോകുന്നു. ഇതിൻ്റെ പേരിൽ തന്നെയാണ് RSSും മറ്റ് സംഘപരിവാറും മറ്റ് പല ആൾക്കാരും പറയുന്നത് കൂടുതൽ കുട്ടികൾ വേണമോ. ഇത് വെറുതെ പറയുന്നതല്ല. കുട്ടികളുടെ എണ്ണവും ജനസംഖ്യയും ഇന്ത്യ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. അതാണ് യാഥാർത്ഥ്യം. പിന്നെ ഡിക്ലൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത്രയും ആൾക്കാർ കൂടുതൽ വരുന്നത്? ഇതാണ് ചോദ്യം. ഏതായാലും നമ്മുടെ ഇന്ത്യയിലെ ഒരു സിസ്റ്റത്തിനകത്ത് ഏത് സ്റ്റേറ്റാണ് ഭരിക്കുന്ന ആ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസ്, അവരുടെ പൊളിറ്റിക്കൽ അഫിലിയേറ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഓർഗനൈസേഷൻ, അവരുമായിട്ട് ബന്ധം, അവർ ത്രൂ അപ്പോയിൻമെൻറ്റ്, ട്രാൻസ്ഫർ, മറ്റുള്ള കാര്യങ്ങൾ നടക്കുന്നു. അതായത് നമ്മുടെ സിസ്റ്റം ഹൈലി കറപ്റ്റഡ് ആണ്. അതുകൊണ്ട് യഥാർത്ഥ പല കണക്കുകളും പലയിടത്തും വരുന്നില്ല, ശരിക്കുമുള്ള കണക്കുകൾ, പ്രത്യേകിച്ചും ബംഗാളിനെ പറ്റി. കാരണം നിങ്ങളിപ്പോൾ ബംഗാളിൽ ബംഗ്ലാദേശിൻ്റെ അടുത്ത് കിടക്കുന്ന മുഷീറാബാദ്, അല്ലെങ്കിൽ കൽക്കട്ടയിലെ ഹൗറ, അങ്ങനെ പല പ്രദേശം, ഇവിടുത്തെ ചേരി പ്രദേശവും, അതേപോലെ തന്നെ നോർത്ത് ബംഗാൾ സൈഡിലുള്ള സിലിഗുഡി, അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബോർഡറായിട്ട് കിടക്കുന്ന ആ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ആ ഭാഗത്തായിട്ട് കിടക്കുന്ന ഇഷ്ടം പോലെ കോളനികളുണ്ട്. ഇവിടൊക്കെ താമസിക്കുന്ന ഭൂരിഭാഗവും, അതായത് 95% ഈ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഇല്ലീഗൽ ഇമിഗ്രൻസ് ആണ്. അതേപോലെ തന്നെ ആസാമിലും.